അതായത് ഭാവ തത്വങ്ങൾ. നമ്മൾ ഇത്ര നാൾ പഠിച്ച ഗ്രഹതത്വങ്ങളാണ്. ഓരോ ഗ്രഹങ്ങളെ പറ്റിയുള്ള ഗ്രഹങ്ങളുടെ നിൽപ്പും, ഗ്രഹങ്ങളുടെ ഉച്ചസ്ഥലം, നീചസ്ഥലം, ദൃഷ്ടി, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഭാവങ്ങളാണ് പഠിക്കുന്നത്. ഭാവങ്ങൾ. എന്താണ് ഭാവങ്ങൾ എന്നാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. ഭാവം. അപ്പം ആദ്യം രാശികൾ പഠിച്ചു. അത് മേടം മുതൽ അങ്ങനെ 12 രാശികളാണ്. മൂടുവശത്ത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, അങ്ങനെ രാശികൾ പഠിച്ചു. ഓരോ രാശികളും ഓരോ ഗ്രഹങ്ങൾ അധിപനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്ന ഭാവങ്ങളാണ്. ഭാവങ്ങളും ഇതുപോലെ തന്നെ 1 മുതൽ 12 വരെ ഭാവങ്ങളുണ്ട്. നമ്മൾ 1 മുതൽ 12 വരെ രാശികൾ പഠിച്ചു. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, അങ്ങനെ നമ്മൾ 12 രാശികൾ പഠിച്ചു. ഇനി അതുപോലെ തന്നെ 1 മുതൽ 12 വരെ 12 ഭാവങ്ങളുണ്ട്. അപ്പോൾ ആ ഭാവം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ ഭാവം നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ് ഒന്നാമത്തെ ഭാവം എന്ന് പറയുന്നത്? ഒരു ജാതകം എന്ന് പറയുന്നത് ഒരാൾ ജനിക്കുന്ന സമയമാണ്. അന്നേരമാണ് തുടങ്ങുന്നത്. ആ ജനിക്കുന്ന സമയത്ത് ഏത് രാശിയാണോ ഉദിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ഉദിച്ചുകൊണ്ടിരിക്കുന്നത്, ആ രാശിയാണ് എന്ത് പറയുന്നത്? ഒന്നാം ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഭാവം എന്ന് പറയുന്നത് ഒരു രാശി തന്നെയാണ്. അതായത് മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്ന് പറയുന്ന പോലെ തന്നെ ഒരു രാശിയാണ്. പക്ഷേ ആ രാശിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഉദിച്ചു നിൽക്കുന്ന രാശി ഏതാണോ അതാണ് ഒന്നാം ഭാവം. ഉദാഹരണത്തിന് ഒരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി ജനിക്കുമ്പോൾ രാശിചക്രത്തിൻ്റെ ഏതെങ്കിലും ഒരു രാശിയിലായിരിക്കും എന്തുള്ളത്? ഉദയം അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ സൂര്യോദയം അനുഭവപ്പെടുന്നത് ഏതെങ്കിലും ഒരു രാശിയിലായിരിക്കും. പക്ഷേ കുട്ടി ജനിക്കുന്നത് ചിലപ്പം രാത്രിയിലായിരിക്കാം. പക്ഷെ അപ്പോൾ ഏതെങ്കിലും ഒരു രാശിയിൽ എവിടെയോ എന്തുണ്ട്? ഉദയവും നടക്കുന്നുണ്ട്. മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? അപ്പോൾ കുട്ടി ജനിക്കുന്നത് ഒരു ദിവസത്തിൽ എപ്പോൾ വേണം ജനിക്കാം. പക്ഷേ അതുപോലെ തന്നെ സൂര്യനും ഏതോ ഒരു രാശിയിൽ അവിടെ എന്തുണ്ട്? ഉദിക്കുന്നുണ്ട്, ഉദിച്ചു നിൽപ്പുണ്ട്. ഏതോ ഒരു രാശിയിലായിരിക്കും സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത്. അപ്പോൾ ആ രാശിയാണ് എന്ത് പറയുന്നത്? ഒന്നാം ഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലഗ്നം എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു സംഭവം നടക്കുമ്പോൾ ഏത് രാശിയാണോ ഉദിച്ചു നിൽക്കുന്നത് അതിനെ ലഗ്നം എന്ന് വിളിക്കുന്നു. പിന്നെ അതിനെ ല എന്നുള്ള അക്ഷരം കൊണ്ടാണ് ഗ്രഹനില അടയാളപ്പെടുത്തുന്നത്. അത് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഒരു എക്സസൈസിൽ തന്നെ ഉണ്ട്. ഇവിടെ നമ്മൾ കണ്ട ആ എക്സസൈസിൽ ഇവിടെ നോക്കിക്കേ, ഇതാണ് ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ല എന്ന് എഴുതിയേക്കുന്നതാണ് എന്ത്? ഈ രാശിക്കാണ് എന്ത് പറയുന്നത്? ഒന്നാം ഭാവം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ പോയിന്റ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ ഒരു എന്താണെന്നൊരു ഡെഫിനേഷൻ പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അതിന് കൂടുതൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള സയൻസ് കൂടുതൽ പറയണ്ട. അത് കാലക്രമേണ നമ്മൾ പഠിച്ചോളും. നമ്മൾ കൂടുതൽ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചോളും. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിൽ നമ്മൾ രാശി കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരാളുടെ ജനന സമയവും ഡേറ്റും സ്ഥലമൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഗ്രഹനില എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു കോളത്തിൽ ല എന്ന് എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിൽ മാർക്കും ചെയ്യും കേട്ടോ. ചിലപ്പോൾ ഇതുപോലെ സൈഡിൽ 2 വര ഇട്ടിട്ടുണ്ടാവും. അതിനെയാണെന്ന് പറയുന്നത് ലഗ്നം അല്ലെങ്കിൽ ഒന്നാം ഭാവം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈസിയായി ഒന്നാം ഭാവം നമുക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ഉണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷനാണ്. എന്തുകൊണ്ടാണ്? കാരണം ഉദിച്ചു നിൽക്കുന്ന രാശി എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ദിവസത്തെയും ഉദയസമയം വേണം. അത് ഉദയസമയം മാറിക്കൊണ്ടിരിക്കും. പല ദിവസം സൂര്യൻ ഉദിക്കുന്ന ഒരുപോലല്ല, പല സ്ഥലങ്ങളിലും ഉദിക്കുന്ന ഒരുപോലല്ല. അപ്പോൾ ആ സ്ഥലങ്ങളനുസരിച്ച് ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ആൾക്കാരുണ്ട്. ഇപ്പോൾ പല രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ജനിക്കുന്ന ഒരു
അവിടുത്തെ ഉദയാസ്തമനങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലിങ്ക് ഉപയോഗിച്ച്, സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ലഗ്നം കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ ഈ ജാതകൻ്റെ ലഗ്നം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ലഗ്നത്തെ നമ്മൾ ഒന്നാം ഭാവം എന്ന് വിളിക്കും. അപ്പോൾ അത് കഴിഞ്ഞുള്ള രാശിക്ക് എന്തായിരിക്കും നമ്മൾ വിളിക്കുന്നത്? രണ്ടാം ഭാവം. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇപ്പോൾ ലഗ്നം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാം ഭാവം ഇതായി, മൂന്നാം ഭാവം, നാലാം ഭാവം, അഞ്ചാം ഭാവം, അങ്ങനെ കറങ്ങി തിരിച്ചിവിടെ 12ാം ഭാവം വരെ ഇവിടെ എത്തും. 12ആണ് ലഗ്നത്തിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ളത്. അപ്പോൾ രാശികൾ തന്നെയാണ്, പക്ഷേ ലഗ്നത്തിൽ നിന്ന് ആണ് ഇവിടെ എണ്ണി തുടങ്ങുന്നത്. നമ്മളല്ലാണ്ട് രാശി നമ്മൾ എണ്ണുന്ന ഇവിടെ 1, മേടം, ഇടവം ഇങ്ങനെ എണ്ണി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഭാവങ്ങളാണെങ്കിൽ ലഗ്നം കണ്ടുപിടിച്ചിട്ട് ആ ലഗ്നം തന്നെയാണ് ഇത് ഒന്നാം ഭാവം, അങ്ങനെ രണ്ടാം ഭാവം, മൂന്നാം ഭാവം, അങ്ങനെ 12 ഭാവങ്ങളാണ് വരുന്നത്. ഈ 12 ഭാവവും ആ ജാതകൻ്റെ ജീവിതത്തിലെ പലതരത്തിലുള്ള വിഷയങ്ങൾ സൂചിപ്പിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു ഉപാധിയാണ്. മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞാൽ 10ാം ഭാവം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ 1ാം ഭാവം ലഗ്നം 10, ഇവിടെ 10ാം ഭാവമാണിത്. ആ 10ാം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ജസ്റ്റ് ഉദാഹരണം പറഞ്ഞുള്ളൂ. കർമ്മഭാവമാണ്. അതായത് ആ ജാതകൻ്റെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളും എങ്ങനെയായിരിക്കും, അയാളുടെ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, അയാളുടെ ഉപജീവനമാർഗം എന്തായിരിക്കും, ഇതൊക്കെയാണ് എന്ത് ഈ 10ാം ഭാവം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ 12 ഭാവങ്ങൾ നമുക്ക് പഠിക്കണം. നമ്മൾ ഓരോ ഗ്രഹങ്ങളുടെയും കാരകത്വം പഠിച്ചു. എന്താണ് പഠിച്ചത്? ശനിയാണെങ്കിൽ കർമ്മകാരകൻ, രോഗകാരകൻ എന്നൊക്കെ പഠിച്ചു നമ്മൾ, അല്ലേ? അതുപോലെ വ്യാഴമാണെങ്കിൽ എന്താണ്? സന്താനകാരകൻ, ധനകാരകൻ എന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്ന് പറയുന്ന പോലെ ഈ ഭാവത്തിനും എന്തുണ്ട്? ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. 1ാം ഭാവത്തിന് ഇന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട്, 10ാം ഭാവത്തിന് ഇന്ന റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പിന്നെ 6ാം ഭാവത്തിന് ഇന്ന റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് മെഷർ ചെയ്യാനും ആ റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ആദ്യം മുതൽ നമുക്ക് ആ ഭാവങ്ങളിലേക്കൊന്ന് നോക്കാം, എല്ലാ ഭാവങ്ങളും നോക്കാം. അപ്പോൾ ഇതാണ് ആ ഭാവത്തിൻ്റെ ഡെഫിനിഷൻ. നോട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം, ഈ നോട്ട് ഗ്രൂപ്പിലേക്ക് ഇടാം, അപ്പോൾ അത് എളുപ്പമാകും. പിന്നെ ഇനി ഇവിടെ നോക്കുക, 1ാം ഭാവം. അപ്പോൾ ഇത് ലഗ്നമാണ്, 1ാം ഭാവം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ ലഗ്നം കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന കാരകത്വങ്ങൾ. ലഗ്നത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ലഗ്നം എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥ ആണ് ലഗ്നം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരപ്രകൃതി എങ്ങനെയായിരിക്കും എന്നുള്ളത് ലഗ്നം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ആരോഗ്യത്തെ എങ്ങനെയായിരിക്കും, ശാരീരികമായ ആരോഗ്യം എങ്ങനെയായിരിക്കും, അത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെന്താണ് കീർത്തി, ജാതകൻ്റെ പ്രശസ്തി, അഭിവൃദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഗ്നം വെച്ച് നമുക്ക് പറയാൻ പറ്റും. അതാണ്. അപ്പോൾ ഇത് ഞാൻ ഗ്രൂപ്പിലിടാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥയും ആരോഗ്യവും അയാളുടെ കീർത്തിയും ഉയർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ലഗ്നം വെച്ച് മനസ്സിലാക്കാം. അതെങ്ങനെ ലഗ്നം വെച്ച് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇവിടെ ഒരു എടുത്തല്ലോ, ഇവിടെ ലഗ്നം എന്ന് പറയുന്നത് എന്താണ്?
ഇവിടെയാണ് ലഗ്നം, ഈ രാശിയാണ് ലഗ്നം എന്ന് പറയുന്നത്. കുംഭം എന്നാണ് പറയുന്നത് അല്ലേ, കുംഭമാസമാണത്, കുംഭം രാശി. അപ്പോൾ ഈ ജാതകന് കുംഭം ലഗ്നം എന്നൊന്ന് പറയാം. ഈ ജാതകന് കുംഭലഗ്നക്കാരനാണെന്നൊക്കെ പറയും. കുംഭലഗ്നക്കാരനാണ് എന്നൊക്കെ പറയും. അപ്പോൾ കുംഭലഗ്നമാണെങ്കിൽ അതിന് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. അത് കൂടാതെ പൊതുവേ നമ്മൾ ഈസി ആയിട്ട് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതകന് ശാരീരികമായ നല്ല ഉന്മേഷവും ബലവും നല്ല ഇതൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്താ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഭാവിയിൽ ഉയർച്ച ഉണ്ടാകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി എന്താണ് നോക്കുന്നത്, ലഗ്നത്തിന് ബലമുണ്ടോ എന്ന് നോക്കും. അതാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ നോക്കി ഗ്രഹത്തിന് ബലമുണ്ടോ നമ്മൾ നോക്കുന്നത് അല്ലേ. ചന്ദ്രനെ നോക്കിയപ്പോൾ ചന്ദ്രന് ബലമില്ലെന്ന് കണ്ടു, അപ്പോൾ ചന്ദ്രദശാകാലം ബുദ്ധിമുട്ടായിരിക്കും എന്ന് മനസ്സിലായി. എന്ന് പറയുന്ന പോലെ ഈ പറഞ്ഞ പോലെ ശരീര സൗഖ്യവും ആരോഗ്യവും കീർത്തിയൊക്കെ ഉണ്ടാകുമോ ഈ ജാതകന്, അതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലഗ്നം വെച്ച്. അതെങ്ങനെ കണ്ടുപിടിക്കും, ലഗ്നത്തിന് ബലമുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതെങ്ങനെ നോക്കും ലഗ്നത്തിന് ബലമുണ്ടോ എന്ന്? അതിന് 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, ലഗ്നത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കണം. ശുഭഗ്രഹം ഉണ്ട്, പാപഗ്രഹമുണ്ട്, നമ്മൾ പഠിച്ചു. ശുഭഗ്രഹങ്ങൾ ലഗ്നത്തിലുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ പോയിന്റ്. നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ പഠിക്കും. നമ്മൾ റഫായിട്ടൊന്ന് ഓടിച്ചു പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ലഗ്നം പഠിച്ചു എന്താ ഉപയോഗം നമുക്കറിയില്ല വരും, അതുകൊണ്ടൊന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ലഗ്നത്തിന് ബലമുണ്ടെങ്കിൽ എന്താണ്, അയാൾക്ക് നല്ല ശരീര ആരോഗ്യവും രോഗമില്ലാത്ത അവസ്ഥയും നല്ല യശസ്സും പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പറയാം. അതാണ് അതിൻ്റെ ഒരു ലൈൻ, അതിൻ്റെ ഒരു രീതി അതാണ്. അതുപോലെ തന്നെ എന്താണ്, പിന്നെ വേറൊരു കാര്യം കൊണ്ടുള്ള ഉള്ളത് ലഗ്നാധിപൻ എന്നൊരു സംഭവമുണ്ട്. നമുക്കറിയാം ഓരോ രാശിക്കും ഓരോ അധിപനുണ്ട്. ഇവിടെ നമുക്ക് ലഗ്നം കിട്ടിയപ്പോൾ കുംഭരാശിയുടെ അധിപൻ ഏതാണെന്ന് നമുക്കറിയാം. ഏതാണ് കുംഭത്തിൻ്റെ അധിപൻ? കുംഭരാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ നോക്കിക്കേ, കുംഭം ശനിയാണ് അതിൻ്റെ അധിപൻ. അപ്പോൾ ശനിയെ നമുക്കിവിടെ എന്ത് വിളിക്കാം, കുംഭം ലഗ്നമായതുകൊണ്ട് ലഗ്നാധിപൻ ആരാണ്? ശനി. അപ്പം അങ്ങനെയാണ് ലഗ്നാധിപനെ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി? അതുപോലെ നമുക്ക് 1-ാം ഭാവത്തിൻ്റെ അധിപൻ എന്നും പറയാം. ലഗ്നാധിപൻ അല്ലെങ്കിൽ 1-ാം ഭാവത്തിൻ്റെ അധിപൻ എന്ന് നമുക്ക് പറയാം. അപ്പം അതുപോലെ 2-ാം ഭാവത്തിന് അധിപനുണ്ട്, 3-ാം ഭാവത്തിന് അധിപനുണ്ട്, 4-ാം ഭാവത്തിന്, എല്ലാ ഭാവത്തിനും എന്തുണ്ട്, അധിപൻ ഉണ്ട്.